എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മെറ്റീരിയൽ കണ്ടോ? നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഈ മുമ്പിലിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം മോണ്ടിസോറിയിൽ അരിത്തമെറ്റിക് പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളാണ്. കുഞ്ഞുങ്ങൾക്ക് ആദ്യം തുടങ്ങുന്ന കൗണ്ടിങ്, ദെൻ ട്രേസിങ്, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് മുമ്പിലിരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്ലേസ് വാല്യൂസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചെറുപ്പത്തിൽ മാത്സ് പഠിക്കുന്ന സമയത്ത് പ്ലേസ് വാല്യൂസ് നോക്കുമ്പോൾ നമ്പേഴ്സ് എല്ലാം എഴുതി വെച്ചിട്ട് അതിൽ പ്ലേസ് വാല്യൂകൾ പഠിക്കുന്നതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് മോണ്ടിസോറി രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പ്ലേസ് വാല്യൂസ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ മുത്തുകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇതിൽ നിന്ന് അവർക്ക് എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ മുമ്പിലിരിക്കുന്ന ഓരോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടും അവർക്ക് എളുപ്പത്തിൽ അരിത്തമെറ്റിക് ഫങ്ഷൻസ് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി ഇൻട്രസ്റ്റിംഗ് കളേഴ്സിൽ വന്നേക്കുന്ന ഈ മെറ്റീരിയൽ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കിയവർക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഇൻക്ലൂഡിംഗ് ഫ്രാക്ഷൻസ് കുഞ്ഞുങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. അവർ സ്റ്റാർട്ട് ചെയ്യുന്ന കൗണ്ടിങ് മുതൽ ഇപ്പോൾ ഈ ബോക്സിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഇതിൽ 0 ആണ്. നമ്മൾ സാധാരണ പഠിപ്പിച്ചു കൊടുക്കുന്നത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് എന്നാണ്. ഇവിടെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എങ്ങനെയാണ് നത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ വരുന്നത്, 0 എന്താണ് ആക്ച്വലി എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മോണ്ടിസോറി മെത്തേഡിലേക്ക് വരുമ്പോഴത്തേക്കും 0 എന്ന് പറഞ്ഞാൽ നത്തിങ് ആണ്, അതുപോലെ അത് ബ്ലാങ്ക് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പ്രാക്ടിക്കലി കണ്ട് മനസ്സിലാക്കിയാണ് പഠിച്ചെടുക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് സാൻഡ് പേപ്പർ നമ്പറാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് ട്രേസിങ് എങ്ങനെയാണ്, നമ്പർ ട്രേസിങ് പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. സാധാരണ രീതിയിൽ നമ്മൾ 8 എഴുതുന്നത് എങ്ങനെയാണ്? ഈ രീതിയിലാണ് നമ്മൾ എഴുതാറുള്ളത് മെജോറിറ്റി ആൾക്കാരും, അല്ലേ? പക്ഷെ കറക്റ്റായ രീതി അതല്ല. മോണ്ടിസോറി മെത്തേഡിനകത്ത് 8 എഴുതുന്ന രീതി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അവർക്ക് അവരുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് അവർക്ക് ടച്ച് ചെയ്ത് എങ്ങനെയാണ് 8 എഴുതുന്നുള്ള കറക്റ്റായിട്ടുള്ള രീതി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റിലേക്ക് വന്ന് ഈ രീതിയിലാണ് 8 എഴുതുന്ന നമ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതായിരിക്കും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. ആ രീതിയിൽ ഓരോ നമ്പേഴ്സും അവർക്ക് കൃത്യമായി എഴുതാനായിട്ട് പഠിപ്പിക്കാൻ സാധിക്കും. മോണ്ടിസോറിയുടെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞല്ലോ. എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബോർഡാണ്. ഇതിലിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 4ൻ്റെ ടേബിളാണ്. ഇത് കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് 4ൻ്റെ ടേബിൾ ഈസി ആയിട്ട് മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഒരു ഷേപ്പ് മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് സാധിക്കുന്നതാണ്. ഇതേപോലെ ഓരോ മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടും ഇവർക്ക് വിവിധങ്ങളായിട്ടുള്ള ആക്ടിവിറ്റികളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ സാധിക്കും. കൺവെൻഷണൽ വേ ഓഫ് ടീച്ചിങ്ങിൽ നിന്ന് മോണ്ടിസോറി സ്റ്റൈൽ ഓഫ് ലേണിംഗിലേക്ക് വന്നപ്പോഴത്തേക്കും എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടായെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? മോണ്ടിസോറിയുടെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.